പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലെ ഒരു മലയോര ഗ്രാമമായ കോന്നിയിലാണ് ഞങ്ങൾ ABC മലയാളം ഇന്ന് എത്തി നിൽക്കുന്നത്. രാഷ്ട്രീയ വിശകലനങ്ങളും വസ്തുതകളും കണക്കുകളും ഞങ്ങൾ വിശദമായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഒരു മലയോര ഗ്രാമം, വനവിഭവങ്ങൾ, ശാന്തമായ ഏറ്റവും വലിയ വനവിഭവം എന്ന് പറയുന്ന ആനകളാണ്. കോന്നി ആനക്കൂട്. പണ്ട് നമ്മൾ വാരിക്കുഴി ഉണ്ടാക്കി ആനയെ പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ വരുന്ന ആനകളെ, പാവപ്പെട്ട ആനകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. ആനക്കൂടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആനകളുടെ കരച്ചിലുണ്ടല്ലോ, പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ വേദന കൊണ്ടുകൊണ്ട് തന്നില്ല, ആ മലയാകം മുഴങ്ങും. അത്ര ഭയങ്കരമായിട്ടുള്ള പരിശീലന കേന്ദ്രമാണ്. ഒരുപാട് അമ്പലങ്ങളിൽ തിടമ്പേറ്റുന്നത് അവിടുന്ന് പരിശീലിപ്പിക്കപ്പെട്ട ആനകളാണ്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ കൊടിയ പീഡനങ്ങൾ കോടതികൾ പോലും ഒരിക്കൽ നിരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ കോന്നി. എനിക്കൊരു സംശയമുള്ളത് പ്രശാന്ത് മാഷിനോട്, കോന്നിക്ക് തന്നെ കോന്നിയൂർ എന്നൊരു പേരും കൂടെ ഉണ്ടോ? കോന്നിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിനടുത്ത്. കോന്നിയൂർ നരേന്ദ്രൻ, കോന്നിയൂർ രാധാകൃഷ്ണൻ, കോന്നിയൂർ നരേന്ദ്രൻ. കോന്നിയിൽ തന്നെയാണ്, ആ നിയോജകമണ്ഡലത്തിലാണ് കോന്നിയൂർ. പക്ഷേ കോന്നി എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമാണ്. കോന്നി മണ്ഡലത്തിലെ ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ നിന്നുള്ള കോന്നിയൂർ നരേന്ദ്രനാഥ് ആകാശവാണിയുടെ ഡയറക്ടറായിട്ടിരുന്ന, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. കോന്നിയൂർ പാസി എന്നൊക്കെ പറയുന്ന ആൾക്കാരും എഴുത്തുകാരും ഒക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അവിടുത്തെ റോഡുകളൊക്കെ പണ്ട് ഈ കാട്ടിൽ കൂടി പോകുന്ന പോലായിരുന്നു പണ്ട് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ മനോഹരമായ റോഡുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ മുഖച്ഛായ ആകപ്പാടെ കൂടെ മാറിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന MLA-മാരിലെ ഏറ്റവും പന്തളം PR മാധവൻപിള്ള എന്ന് പറഞ്ഞു. ഒരു കാലത്ത് CPIയുടെ സംസ്ഥാന നേതാവായിരുന്ന PR മാധവൻപിള്ള. അദ്ദേഹം തന്നെ പന്തളം മന്നം ഷുഗർ മില്ലിൻ്റെ ചെയർമാനുമായിട്ടിരുന്ന ആളാണ്. വലിയൊരു നിയമസഭയിൽ നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ശക്തനായ ഒരു വാഗ്മിയായിരുന്ന വ്യക്തിയാണ് പന്തളം PR മാധവൻപിള്ള എന്ന് പറയുന്നത്. അങ്ങനെ ശക്തരായിട്ടുള്ള പല ആൾക്കാരുണ്ട് നമ്മുടെ കോന്നിയിൽ തന്നെയാണ്. അടൂർ മത്സരിക്കാത്ത അടൂർ പ്രകാശ് കോന്നിയിലാണ് പലവട്ടം മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജിനേഷ് കുമാറാണ് ഇപ്പോൾ MLA ആയിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 3 വട്ടം അല്ലേ, മൂന്നാമത്തെ 2 വട്ടം, ഒരു ബൈ ഇലക്ഷൻ, ഒരു മെയിൻ ഇലക്ഷൻ, അങ്ങനെ 2 ഇലക്ഷനുകളിലായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവ MLA ആണ് അദ്ദേഹം. സർ, ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടിപ്പോൾ വലിയ ചില കുട്ടവഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കോന്നി, ഇപ്പം ഇതിനകത്ത് പന്തളം സാർ പറഞ്ഞതുപോലെ കോന്നിയിൽ വലിയ വികസനമാണെന്ന് പറഞ്ഞു. കോന്നിയെ കോന്നിയാക്കിയ ഒരു MLA അടൂർ പ്രകാശ്. കാരണം തുടർച്ചയായിട്ട് കോന്നിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടൂരിൻ്റെ പ്രത്യേകത ഇപ്പം പറയുമ്പം അടൂർ ഭരണകക്ഷി MLA വരുന്നത്, കോന്നിയിൽ എപ്പോഴും ജയിക്കുന്ന ആൾ പ്രതിപക്ഷത്തായിരിക്കും. അതാ കോന്നിയുടെ MLA. അങ്ങനെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ജയിക്കുന്ന ആൾ പ്രതിപക്ഷത്തായി. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യം വന്നത് പ്രകാശിലൂടെയാണ്. പ്രകാശ് അവിടെ അടൂരിൽ നിന്ന് പോയി പ്രകാശ് അവിടെ ജയിക്കുന്നു. ആദ്യം വളരെ കുറഞ്ഞ വോട്ടിന്, 1000 താഴെ വോട്ടിന് അദ്ദേഹം ജയിക്കുന്നു. അതിനുശേഷം ഓരോ മത്സരത്തിൽ 4 വട്ടം അവിടെ MLA ആയിട്ടുണ്ട്. 4 വട്ടവും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ ഒരു പ്രാവശ്യം വേണോ വേണ്ടായോ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവർ പിന്നെ പ്രകാശിനെ മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്കായി. പ്രകാശ് എവിടെയുള്ള വികസനവും ആ മലയിലെത്തിച്ചു. അവിടെ ഒരു വീട്ടിലേക്ക് പോകേണ്ട റോഡുകൾ അദ്ദേഹം ടാർ ചെയ്തു. വെള്ളമൊലിച്ച് പോകുന്നിടത്ത് അദ്ദേഹം ഹോളോ ബ്രിക്സ് വിളിച്ചു. അവിടെ കോന്നിയിൽ ചെന്നാൽ നമ്മൾ അതിശയിക്കുന്ന രീതിയിൽ, കാരണം ഒരു നിരപ്പായ പ്രദേശമല്ല, മലയാണ്, മൊത്തം മലയാണ്. ആ പ്രദേശത്ത് ഇത്രയും വലിയ റോഡുകളും ഇത്രയും വലിയ വികസനവും കൊണ്ടുവരുന്നതിനകത്ത് പ്രകാശിന് വലിയ വലിപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ജയിക്കുന്നത്, ഈ തുടർച്ചയായിട്ട് ജയിക്കുന്ന MLA-മാരുടെ കണക്ക് നോക്കുമ്പോൾ പ്രകാശ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ജനീഷ് അവിടെ വരുന്നു. ജനീഷ് 2 വട്ടം അടുപ്പിച്ച് ജയിക്കുന്നു. ഈ പറയുന്ന വിവാദ നായകൻ ആയിട്ടുള്ള പത്മകുമാർ ഒരു പ്രാവശ്യം കോന്നിയിൽ ജയിച്ചിട്ടുണ്ട്. അതുപോലെ NSSന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, നായന്മാരുടെ പാർട്ടി ആയിട്ടുള്ള NDPക്ക് MLA ഉണ്ടായിരുന്ന സ്ഥലമാണ് കോന്നി. അതൊക്കെ പരിശോധിച്ചു. അതുപോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ അവിടുന്ന് വന്നവരെല്ലാം ഈ പറഞ്ഞ പ്രശസ്തരാണ്. പന്തളം PR ഈ പറഞ്ഞ അദ്ദേഹം കോന്നിയിൽ ജയിച്ചിട്ടുണ്ട്. ഈ CPIയുടെ സമുന്നത നേതാവ്, അദ്ദേഹത്തിന്റെ പേരിൽ വലിയ ഇപ്പോഴും ഒത്തിരി CPIയുടെ എണ്ണംപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒത്തിരി സ്മാരകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. CPI പടുത്തുയർത്തുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട നേതാവായിരുന്നു. ഇപ്പോഴും അഭിമാനത്തോടു കൂടി അവർ പറയുന്ന നേതാവ്. നേരിട്ട് കണ്ടിട്ടുണ്ട്. നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു നേതാവും കൂടിയാണ്. നേരിട്ട് കാണാനിടയായിട്ട് പന്തളം ഷുഗർ മില്ലിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ആൾ. ഒരുപാട് ആരോപണങ്ങൾ CPI അന്ന് ഉന്നയിച്ച് 2 പാർട്ടികളും തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ. അതുപോലെ തന്നെ VS ചന്ദ്രശേഖരപിള്ള ഇതുപോലെ പ്രമുഖരായിട്ടുള്ള ഒരു നേതാവായിരുന്നു അത് അല്ലേ? അദ്ദേഹം CPM-ൻ്റെ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് ഈ ജില്ല മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരാളാണ് VS ചന്ദ്രശേഖരപിള്ള. പിന്നെ NDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് ചിറ്റൂർ ശശാങ്കൻ നായർ എന്ന് പറയുന്നതാണ്. ചിറ്റൂർ ശശാങ്കൻ നായർ എന്ന് പറയുന്ന NDPയുടെ NSS ഒരു പാർട്ടി പരീക്ഷണാർത്ഥം രൂപീകരിച്ച് പരാജയപ്പെട്ടു. അതിലൊരു MLA-യെ ജയിപ്പിച്ച സ്ഥലം കൂടിയാണ് കോന്നി
എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നായന്മാരുടെ NSSൻ്റെയും ഒക്കെ സാന്നിധ്യം നല്ലപോലുള്ള അടൂർ പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ് എന്നാണ്. എന്തെങ്കിലും ഒരു വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത് അടൂർ പ്രകാശിൻ്റെ പ്രകാശം ചെന്നെത്തിയത് കോന്നിയിലാണ്. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പ്രകാശം വന്നത് അടൂരിലുമാണ്. അല്ലേ? അതെ അതാ നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ജയിച്ചത് എ പത്മകുമാറാണ്. CPMൻ്റെ എ പത്മകുമാർ 1991 നന്നേ ചെറിയ പ്രായത്തിൽ 24-25 വയസ്സുള്ള നന്നേ ചെറുപ്പത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ്. അദ്ദേഹം അന്ന് നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 910 പോലും എത്തിയില്ല, 916. അടുത്ത പ്രാവശ്യമാണ് അടൂർ പ്രകാശ് വരുന്നത്. അടൂർ പ്രകാശ് വരുന്നതും തുടക്കത്തിൽ വലിയ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ്, വെറും 806. പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സകല റെക്കോർഡുകളും ആ മണ്ഡലത്തിലെ സകല റെക്കോർഡുകളും മറികടക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. 1450. പിന്നെ ആ ഭൂരിപക്ഷം പിന്നെ താഴോട്ട് പോയിട്ടില്ലെന്നുള്ളതാണ് അദ്ദേഹം ആ മണ്ഡലത്തിലുണ്ടാക്കിയ അതെ. വേറെ വലിയ കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നിയമസഭ പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഓരോ നിയമസഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഓരോ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ആർക്കും സാധ്യതയില്ലാത്ത മണ്ഡലം അല്ല ആര് ജയിക്കുന്നു. ഏറ്റവും കൂടുതൽ CPMന് സാധ്യതയുള്ള മണ്ഡലമാണ് ഈ പറഞ്ഞ വോട്ടുള്ള മണ്ഡലമാണ് കോന്നി. അവിടെയാണ് ഈ പറയുന്നത് പോലെ പ്രകാശ് നിന്നപ്പോൾ ചിത്രം ആർക്കും പ്രവഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വന്നു. അതിനുശേഷം പ്രകാശ് പോയതിനു ശേഷം അത് കണ്ടു. കാരണം ഏറ്റവും ആദ്യം CPMന് ജയിക്കുന്ന മണ്ഡലം, അത് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മണ്ഡലം CPM പിടിച്ചു. അപ്പം വ്യക്തിക്കാണ് പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാവും. ജനീഷുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്ത് ഏതോ ഒരു ഓഫീസിൽ കയറി ചെന്നിട്ട് അത് വനം വകുപ്പിന്റെ അതായത് വോട്ട് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നവർ. ഇനി നമ്മള് ഇത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്നതാണ് ഈ കോന്നി നിയോജക മണ്ഡലം. അതിൽ 2019 കോന്നിയിൽ UDF 34.4 49,667 വോട്ടുകൾ ലഭിച്ചു. LDF 32.5 46,946. NDAക്ക് 19 32. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് 34 32 NDAക്ക് 32 ലഭിച്ചു എന്നുള്ളതാണ്. 46,506 വോട്ടുകൾ. ഇനി അത് 24ലേക്ക് വരുമ്പോൾ UDF 36.8 ആക്കാൻ സാധിച്ചു. ലേശം വർധനയുണ്ട്, 47,488 വോട്ടുകൾ. LDF 32 എന്നുള്ളത് അവരും വർദ്ധിപ്പിച്ചു, 34.8 ആണ് ലഭിച്ചത്, 44,909 വോട്ടുകൾ. NDAക്ക് 26.8 മാത്രമേ ലഭിച്ചുള്ളൂ. നേരത്തെ 32 നിന്ന് അവർ 26ലേക്ക് താഴുകയാണ് ചെയ്തത്, 34,619 വോട്ടുകൾ. അപ്പോൾ ഇവിടെയും നമ്മൾ മുമ്പൊക്കെ പല മണ്ഡലങ്ങളിലെയും സംസാരിച്ചത് മാതിരി തന്നെ ഒരു ബലം കാണിക്കാൻ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള, വരുന്ന ആളുകളിലെങ്കിലും പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ NDA സംബന്ധിച്ചിട്ട് അവർക്ക് മുന്നേറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. നമ്മൾ മുമ്പേ അടൂര കാര്യം പറഞ്ഞതുപോലെ ഹിന്ദു ഏകീകരണം വന്നാൽ BJPക്ക് ഗുണമുണ്ടാകുന്ന മണ്ഡലമാണ്. ഇനി നമുക്ക് 2016 2021 കണക്കുകൾ പരിശോധിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു 73% വോട്ടുകളാണ് 2016 പോൾ ചെയ്തത്. 2021 വരുമ്പോൾ അത് 73.5 മാറുന്നു. ലേശം വർധനവ് അവിടെയുണ്ട്, ചെറിയൊരു വർധനവ്. 2016 വിജയിച്ചത് അടൂർ പ്രകാശ് വിജയിക്കുന്നത് 72,800 വോട്ടുകളോടെയാണ് പിന്നെ ലഭിച്ചത്. അദ്ദേഹത്തിന് 50.81% വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,748 വോട്ടുകളായിരുന്നു. താഴെ വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് R സനൽകുമാർ, CPMൻ്റെ 52,000-ലധികം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നെ BJP 3-ാം സ്ഥാനത്ത് വന്നു. അശോക് കുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 16,713 വോട്ടുകളാണ് ലഭിച്ചത്. ഇത് 2016 കണക്കല്ല. 2021 കണക്കുകളെത്തുമ്പോൾ KU ജിനീഷ് കുമാർ 62,318 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 41.62% അദ്ദേഹത്തിന് കരസ്ഥമായത്. പിന്നെ ഭൂരിപക്ഷം 8,508 ആയിരുന്നു. റോബിൻ പീറ്റർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 53,800 വോട്ട്. കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്. അതെ, 53,810 കോൺഗ്രസിന് ലഭിച്ചു. അപ്പോൾ ഈ ശബരിമല സമയം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ചു. വോട്ട് വിഹിതത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് 16,713 2016 ലഭിച്ചത് നേരെ ഇരട്ടിയായി 32,811. അപ്പോൾ സ്ഥാനാർത്ഥിക്കും അവിടെ പിന്നെ ആൾക്കാർ പരിഗണിക്കുന്നുണ്ട്. ഒരു അനുകൂല സ്ഥിതിയും അവിടെ ഉണ്ടായിട്ടുണ്ട് BJPക്ക് 2021. ഇതാണ് 2021 2016 വിവിധ മുന്നണികളുടെ അവിടുത്തെ വോട്ട് വിഹിതവും ലഭിച്ച വോട്ടും. അപ്പോൾ ഇനി ഏറ്റവും ഒടുവിലത്തെ ലോക്കൽ ബോഡി ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കോന്നിയിൽ 52,673 വോട്ടുകൾ UDF ലഭിച്ചപ്പോൾ 52,349 കൂടെയുണ്ട്
LDF. NDAക്ക് 25,931 അവർ കുറച്ച് താഴെയാണ് വോട്ട് വിഹിതം അവർക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ സംഭവിച്ചത്. പിന്നെ തടവിൽ കഴിയുന്ന പത്മകുമാർ എന്ന് പറഞ്ഞ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായിട്ട് കിടക്കുന്ന ആ പത്മകുമാറാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ കോന്നി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്ന് പറയുന്നത് MLA ആവുകയും ചെയ്തത്. അതുപോലെ തന്നെ ശബരിമലയായിട്ട് വേറൊരു ബന്ധം കൂടിയുണ്ട്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായ ഒരു കോളിളക്കത്തിൽ ഏറ്റവും കൂടുതൽ BJPക്ക് വേണ്ടി വോട്ട് സ്കോർ ചെയ്തത് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന നേതാവ് തന്നെയാണ്. അതും ഈ മണ്ഡലത്തിലായിരുന്നു. അങ്ങനെ കോന്നിയിൽ നിന്ന് K. സുരേന്ദ്രൻ ജയിക്കുമെന്ന് പറയുന്ന വരെയുള്ള ഒരു പ്രചാരണം വരെ ആ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ശബരിമലയുടെ അടുത്ത പ്രദേശം തന്നെയാണ് ഈ ജനീഷ് കുമാർ MLA തിരുമുടിക്കെട്ടും കെട്ടി CPM-കാരനാണെങ്കിൽ ശബരിമല പോയിട്ടുണ്ട്. അങ്ങനെ ശബരിമലയായിട്ട് ഒരു പക്ഷേ 3 തരത്തിൽ ഈ മണ്ഡലം ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമലയുടെ വളരെ അടുത്ത പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ പ്രദേശവും ഉള്ളത്.